നമസ്കാരം. കൊച്ചുവർത്തമാനത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 73 സബ്സ്ക്രൈബറായി. വളരെ നല്ല പ്രോഗ്രസ് ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം പറയുന്നത് അതിൻ്റെ ഒരു ഗ്രോത്ത് അറിയാനും വേണ്ടിയിട്ടാണ്. എങ്ങാനും ഒരു 1000 2000 ഒക്കെ ആവുകയാണെങ്കിൽ അത് ഒരു ചെക്ക് മാർക്കുകളുണ്ടല്ലോ, എത്രാമത്തെ വീഡിയോയിലാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ കിട്ടിയെന്നുള്ളത്, അതിന് വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ചോദ്യങ്ങളുണ്ട് പതിവ് അതുപോലെ തന്നെ ഒരു കുറച്ച് കൊച്ചു വർത്തമാനവും ഉണ്ട്. അപ്പോൾ ആദ്യം ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇതെൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചാണ്. ഒരു ദിവസം ഞങ്ങൾ കോഫി പിടിക്കാൻ പോയപ്പോൾ പുള്ളി ഒരു പോഡ്കാസ്റ്റ് കാണും, ലാറ്ററൽ എന്ന് പറഞ്ഞിട്ടൊക്കെ പോഡ്കാസ്റ്റ് കേൾക്കും, ലാറ്ററൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കൊന്നും കേൾക്കല്ല, കാണുകയാണ്. അത് യൂട്യൂബിലാണ് പുള്ളി കാണുന്നത്. അതിൽ ലാറ്ററൽ തിങ്കിങ്, അതായത് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ഉള്ള കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ പല ചോദ്യങ്ങളും പുള്ളി അതിൽ നിന്ന് എന്നോടൊന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും തോട്ട് എക്സ്പെരിമെൻറ്റുകൾ നടത്തുകയും ചിന്തിക്കുകയും ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഞാനൊരു പടം കാണിക്കാം, ഒരു പെൻസിലിൻ്റെ പടം. ആ പെൻസിലിൽ ഒരു നീണ്ട നമ്പർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും പെൻസിലിൽ ആ നമ്പർ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അതിൻ്റെ ശരിക്കുള്ള ഉത്തരത്തിലോട്ട് എത്താനായിട്ട് ഞാൻ പുള്ളിയോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ഇതിൽ പെൻസിലിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിലവൻ്റ് ആണോ, അതായത് ഒരു പേനയിലോ ഒരു കാറിലോ ഒരു ചുമരിലോ ഒക്കെ പ്രിൻ്റ് ചെയ്യാലോ. അപ്പോൾ പറഞ്ഞല്ല, അത് പെൻസിലിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ബ്യൂട്ടി. പെൻസിലിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ നമ്പർ ആ പെൻസിൽ വന്നതുകൊണ്ടാണ് അതെന്തോ ആണ്, പെൻസിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതിന് വലിയൊരു കാര്യമുണ്ട് എന്നൊക്കെ പുള്ളിയോട് പറഞ്ഞു. പിന്നീട് ഞാൻ പല രീതിയിൽ അതിനെപ്പറ്റി ആലോചിച്ചു. അപ്പം എന്തുകൊണ്ട് പെൻസിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു, ആ നമ്പർ എന്തുകൊണ്ടായിരിക്കും, ആ നമ്പറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒരു വലിയ നമ്പറാണ്, നമുക്ക് മനസ്സിൽ 10-24 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു മനസ്സിൽ പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമല്ല. ഇനി എന്തെങ്കിലും പയ്യുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്പറാണോ, അപ്പോൾ പുള്ളി പറഞ്ഞാൽ അല്ല, പയ്യുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആണോ അല്ലയോ ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ ഉത്തരത്തിലെത്തിയത്. കുറച്ചധികം സമയം എടുത്തു, 1 മണിക്കൂർ കൂടുതലെടുത്തു. ഇതിനകത്ത് തന്നെയും ഞാൻ കീഴടങ്ങിയില്ല, ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഓപ്ഷൻസ് പറഞ്ഞു. അവൻ്റെ സഹായത്തോടുകൂടി ഞാൻ ആ ഉത്തരത്തിലെത്തി. അപ്പം ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഈ വീഡിയോയിൽ ആ ഫോട്ടോ ഇൻസെറ്റ് കാണിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രിൻ്റ് എടുത്ത് കാണിക്കുക എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ കരുതി ഇൻസെറ്റ് കാണിക്കാം, കുറച്ചുകൂടി പ്രൊഫഷണൽ യൂട്യൂബർ മോഡലോട്ടൊക്കെ ഉള്ള ഒരു ട്രാൻസിഷൻ മോഡായിട്ട് ഒരു ഇൻസെറ്റ് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വലിയ പിടിയൊന്നുമില്ല, കാണിക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഈ സൈഡിൽ കാണുന്ന ആ ഫോട്ടോയിൽ നിങ്ങൾ ആ നമ്പർ എന്തുകൊണ്ടാണ് പെൻസിലിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എന്തുകൊണ്ടാണ് പെൻസിലിനെ സ്പെഷ്യൽ ആക്കുന്നു എന്ന് പറയും. ഞാനെന്ന് ചോദിച്ചാൽ പെൻസിലിൻ്റെ നമ്പറാണോ, ഓരോ പെൻസിലും ഓരോ നമ്പറാണോ? അല്ല, എല്ലാ പെൻസിലും ഈ നമ്പർ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആ നമ്പറും ഫിക്സ്ഡ് ആണ്, പെൻസിൽ അടിച്ചിരിക്കുന്നതും ഫിക്സ്ഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ നമ്പറിന് അത്രയും പ്രാധാന്യം, ആ പെൻസിലിൽ എന്തുകൊണ്ട് അച്ചടിക്കാൻ അവർ തിരഞ്ഞെടുത്തു? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു ഇംഗ്ലണ്ട് UK അറിയാമല്ലോ, ഇവിടെ ഒരുപാട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ടുള്ള വഴികാട്ടിയായിട്ട് ഇവരുടെ ഒരു നാഷണൽ സൈനുണ്ട്. അപ്പം ഞാനൊരു ടീഷർട്ട് കണ്ടു, അതായത് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് അല്ലാത്ത സയൻസ് നിരോധിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ടീഷർട്ട്. അപ്പോൾ ഈ ടീഷർട്ട് കണ്ടപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയി, ഇതെന്തുകൊണ്ടായിരിക്കും ഇതിന് ഈ ഒരു ടീഷർട്ട് അടിച്ചിറക്കാൻ യുവമാർ തീരുമാനിച്ചത്. അപ്പോൾ ടീഷർട്ട് നോക്കിയപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ പടം അത് വെച്ചിട്ട്, അത് ഫുട്ബോൾ സ്റ്റേഡിയത്തിനെ കാണിക്കുന്ന സിമ്പിളാണ്. അപ്പോൾ ഇവിടെ പലതിനും ഇപ്പോൾ കാർ പാർക്ക് പോലുള്ള കാര്യങ്ങൾ പോലെ ഈ ഫുട്ബോൾ സ്റ്റേഡിയംസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഇതിനെല്ലാം സൈൻസ് ഉണ്ട്, സൈൻ ബോർഡുകളുണ്ട്, റോഡ് സൈഡുകളിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ആ സൈൻ ബോർഡുകളിൽ കാണുന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരൊരു ടീഷർട്ട് അടിച്ചിറക്കിയിരിക്കാം. അത് കണ്ടപ്പോൾ വളരെ കൗതുകമായി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒറിജിനൽ സ്റ്റേഡിയത്തിൻ്റെ സിമ്പലും ഞാൻ ഇൻസെറ്റ് ഇവിടെ വലതുവശത്ത് കാണിക്കാം. ഇനി നിങ്ങൾ നോക്കൂ, ഈ സിമ്പലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. അത്ര ഒബ്വിയസ് അല്ല. ഈ 2 ചോദ്യങ്ങളും കുറച്ച് കൊനസ്റ്റാണ്. കാരണം മറ്റൊരാൾ അടുത്തിരുന്ന് കുറച്ച് ക്ലൂ ഒക്കെ തരുവാണെങ്കിൽ ഒരു പക്ഷേ ഉത്തരത്തിലേക്ക് എത്തിയേക്കാം.
എന്നിരുന്നാൽ തന്നെയും ഒന്ന് ശ്രമിച്ചു നോക്കും. നല്ലൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ഇന്നത്തെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെക്സ്റ്ററിറ്റി, അതുപോലെ തന്നെ മെക്കാനിക്കൽ എമ്പതി, മെക്കാനിക്കൽ സിമ്പതി എന്നൊക്കെ പറയുന്നതിനെ പറ്റിയിട്ടാണ്. ഈ ഡെക്സ്റ്ററിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസാണ്. ഇപ്പോൾ ചിലരൊക്കെ എന്തെങ്കിലും ഒരു മുറിയുടെയൊക്കെ കഥകൊക്കെ അടയ്ക്കുന്ന വലിച്ചടക്കുക ചെയ്യുക. അവർക്ക് പതുക്കെ ഒന്നും ചെയ്യാറില്ല. പതുക്കെ അല്ല, ലൈക്ക് അവർ ഒരുപാട് ഫോഴ്സ്, ആവശ്യത്തിനധികം ഫോഴ്സ് അതിന് കൊടുക്കും. ഒരു ഡോർ അടയ്ക്കുമ്പോൾ വീട് മുഴുവൻ കുലുക്കും. പക്ഷേ ചിലരങ്ങനെയല്ല. ചിലർ ആ ലോക്ക് താഴ്ത്തി പിടിച്ചിട്ട് ഡോറിന് ചേർത്ത് വെക്കുന്നു, ആ ലോക്ക് റിലീസ് ചെയ്യുന്നു, പോകുന്നു. ആ വാതിലടച്ചായിട്ട് വാതിൽ പോലും അറിയാത്ത രീതിയിൽ വാതിലടച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പം അത് ഒരു മെക്കാനിക്കൽ എമ്പതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിമ്പതി എന്ന് പറയും. ഇതൊരു ഒരു റേസ് കാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ കോയിൻ ചെയ്താണ് ഞാനിപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ. അതായത് ഒരു റേസ് ഡ്രൈവർ ആകാൻ എഞ്ചിനീയർ ഒന്നും ആവേണ്ട കാര്യമില്ല, മെക്കാനിക്കൽ സിമ്പതി ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ ഒരു സ്പീച്ചിൽ നിന്ന് എടുത്ത വാക്കാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ സിമ്പതി എന്ന് പറയുന്നത് ഈ എല്ലാം എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നിസ്സാര ഒരു ഒരു കുപ്പിയുടെ അടപ്പാണെങ്കിൽ തന്നെ നമ്മൾ അടയ്ക്കുമ്പോൾ ആ ഗ്രൂവിൽ കൂടെ, ആ ത്രെഡിൽ കൂടെ അത് കറങ്ങി ഇറങ്ങി ആ കറക്റ്റ് സ്ഥലത്ത് പോയിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യാനുള്ള ഒരു മനസ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേന അടയ്ക്കുന്നു, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു വട്ടം ഉണ്ടെന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോഴ്സ് ഉപയോഗിച്ച് അത് അതിൻ്റെ അപ്പുറത്ത് പോയി ക്ലിക്ക് ചെയ്ത് വീഴുകയാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ ഇതൊക്കെയാണ് മെക്കാനിക്കൽ സിമ്പതി. ഒരു കാർ ഓടിക്കുമ്പോൾ തന്നെ, ഒരു മാനുവൽ കാറാണെങ്കിൽ ഓക്കെ, നമ്മൾ ക്ലച്ച് കൊടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആവുന്നു, അടുത്ത ഗിയർ വന്ന് നിൽക്കുന്നു, പതുക്കെ അത് എൻഗേജ് ആകുന്നു എന്നൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്. അങ്ങനെ അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കൂടുതൽ പവർ ഡെലിവർ ആവുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റുമുള്ള ജീവനില്ല എന്ന് വിശ്വസിക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളിൽ പോലും അവർക്കൊരു ആത്മാവുണ്ടെന്നും അവരെങ്ങനെയായിരിക്കും ഫങ്ഷൻ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ് മെക്കാനിക്കൽ സിമ്പതി അല്ലെങ്കിൽ മെക്കാനിക്കൽ എമ്പതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരുടെ അടുത്ത് അങ്ങനെ ആയിരിക്കും. നമ്മളിത് പറഞ്ഞാൽ അവർക്ക് വിഷമാവോ, അവർ ഓൾറെഡി മറ്റൊരു എന്തവസ്ഥ അവർക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പെരുമാറാറുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വിഷമമാണെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കാറുണ്ട്, അവരെ ഹർട്ട് ചെയ്യാതെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ജീവനില്ലാത്ത വസ്തുക്കളും. അപ്പോൾ അവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പം ചിലർക്കത് കൂടുതലാണ്. ചിലർ എല്ലാം കാര്യങ്ങളും വളരെ നൈസായിട്ട് ചെയ്യുന്നവരാണ്, ഒരു നാക്കോടുകൂടി ചെയ്യുന്നവരാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പരിധിവരെ ഇത് ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നത് ഒരു ഫൈൻ മോട്ടോർ സ്കിൽസാണ്. നമുക്ക് ചിലർ വളരെ ഈ ഫൈനായിട്ടുള്ള കൈയും, ഇപ്പോൾ ചിലർക്ക് ആലോചിച്ച് നോക്കും, നമുക്ക് വയലിനോ അല്ലെങ്കിൽ ഗിറ്റാറോ ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ കൈയൊന്നും അത്ര പെട്ടെന്ന് മൂവ് ചെയ്യത്തില്ല. അപ്പം ആ ഒരു വയറിങ്, നമ്മുടെ കൈവിരലുകളും കൈയും തലച്ചോറുമായിട്ടുള്ള വയറിങ്, ന്യൂറോൺ കണക്ഷൻസ് ഒക്കെ സ്ട്രോങ് ആവുന്നതാണ് ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഫൈനായിട്ട് കൈകാലുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജഗിൾ ചെയ്യുക, അല്ലെങ്കിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന അൽഗോരിതം അല്ല ഞാൻ പറയുന്നത്, പക്ഷെ കയ്യിൽ വെച്ച് തിരിക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ മാലയിൽ മുത്തു കോർക്കുക, നിസ്സാരം ഒരു പേപ്പർ മടക്കി ഒരു കടലാസ് മടക്കി ഒരു കടലാസ് തോണി ഉണ്ടാക്കുമ്പോൾ തന്നെ ചിലർ കണ്ടിട്ടില്ല, ചില ഭംഗിയായിട്ട് മടക്കും. ലൈക്ക് അവർക്കറിയാം കൃത്യമായിട്ട് ഒരു ക്രീസ് ഇടാനും. ചിലർ എങ്ങനെയെങ്കിലുമൊക്കെ മടക്കി എടുക്കും, പക്ഷെ ആ അറ്റം ഒന്നും ചേർന്ന് വരത്തില്ല. ചിലർക്ക് ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മടക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഫൈനായിട്ടുള്ള ആ ഒരു ഫിനസ് വരുന്നതിനാണ് ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെക്സ്റ്ററിറ്റി വരുന്നതും മെക്കാനിക്കൽ സിമ്പതിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കും കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, നമ്മൾ അഡൽട്സ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ ഒരു കത്രിക എടുത്ത് പേപ്പറൊക്കെ വെട്ടുന്നു, അല്ലെങ്കിൽ പേപ്പർ കീറി മടക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, ക്രാഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. അതിലൂടെ അവർ ഒരുപാട് സ്കിൽസും ഭാവിയിൽ അവരുടെ വേറെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറിയാൽ തന്നെ ഒരു ഡോർ അടയ്ക്കുമ്പോൾ അതിനാവശ്യമുള്ള ഫോഴ്സ് കൊടുക്കാൻ മാത്രമൊക്കെ അവർ അതിലൂടെ പഠിക്കും. ഇപ്പോൾ ചിലർ എൻ്റെ കാറിൽ കയറിയിട്ട് ചിലർ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കാറിൻ്റെ ഡോർ അടയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവനെ കയറ്റി കൊണ്ട് വന്നിടത്ത് തിരിച്ചുകൊണ്ട് ഇറക്കി വിട്ടാലോ, കാരണം അങ്ങനെ ആയിരിക്കും അടച്ചിട്ട് പോകും, നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ആകാതെ വളരെ നൈസ് മനുഷ്യരാകാൻ ഇങ്ങനെയുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വർത്തമാനം അത്രേ ഉള്ളൂ. നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, അത്
പെൻസിലിൽ അതാണ് അതിന് ട്രങ്കേറ്റബിൾ പ്രൈം എന്നാണ് പറയുന്നത്. അതിന് 24 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എടുത്ത് കളഞ്ഞാൽ 23 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ്, അതും പ്രൈം നമ്പറാണ്. അടുത്ത നമ്പർ എടുത്ത് കളഞ്ഞാൽ 22 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ്, അതും ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം 137. അപ്പം 137 ഒന്നെടുത്ത് കളഞ്ഞാൽ 37 ആവും, അതൊരു പ്രൈം നമ്പറാണ്. 3 എടുത്ത് കളഞ്ഞാൽ അത് 7 ആവും, അതും ഒരു പ്രൈം നമ്പറാണ്. അപ്പം ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് പെൻസിലിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ പെൻസിൽ വെട്ടി ചെറുതായി വരുമ്പോൾ ആ നമ്പറും ചെറുതായി വരും. പക്ഷേ നോ മാറ്റർ വാട്ട് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദാറ്റ് വിൽ റിമെയിൻ എ പ്രൈം നമ്പർ. അതൊരു പ്രൈം നമ്പർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ആ കാണിച്ച പടം അല്ലെങ്കിൽ ആ UK ഗവൺമെൻറ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളെ കാണിക്കാനായി വരയ്ക്കുന്ന പടം, അതിൽ എല്ലാം ഹെക്സഗൺസ് ആണ്. അപ്പം എല്ലാം ഹെക്സഗൺസ് ആയിട്ട് ഒരു ഫുട്ബോളിൽ പെൻറ്റഗണും ഹെക്സഗണും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ഹെക്സഗൺ മാത്രം വെട്ടിത്തച്ചാൽ ഒരു ഫുട്ബോൾ ഉണ്ടാക്കുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം ഒരു ഓയിലേഴ്സ് ഫോമുലയൊക്കെ ഉണ്ട്, ഫേസുകളുടെയും വെർട്ടിസസിൻ്റെയും എണ്ണം, എഡ്ജിൻ്റെ എണ്ണം +2 സമമായിരിക്കണം, F+V=E+2 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിന് പ്രൂഫൊക്കെ ഉണ്ട്, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ കുറേ ഇത് കണ്ടു. അപ്പോൾ ഈ ഒരു ഫാൻ പുള്ളി വളരെ രോഷാകുലനായിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളി പറഞ്ഞ അതിനെ നാഷണൽ എംബാരസ്മെൻ്റ് എന്നാണ് ഈ ഒരു സിമ്പിൾ. കാരണം UK ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫുട്ബോൾ ചരിത്രമുണ്ട്, ഇത്രയും റിച്ച് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ ചരിത്രമുണ്ട്. അറിയാലോ, നമ്മുടെ രാമാനുജനൊക്കെ ഹാർഡിയെ കാണാൻ വന്നതൊക്കെ UK ഇവിടെ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡൊക്കെ കിടന്ന് ഇവിടെ മാത്സിൽ ഒരുപാട് ഒറിജിനൽ റിസർച്ച് നടത്തിയ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് മാത്തമാറ്റിക്സിന് ഒരു അപമാനമാണ്, അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ഒരു അപമാനമാണ് ആ സിമ്പൽ എന്ന് പറഞ്ഞത്. ആ സിമ്പൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഒരു പെറ്റീഷനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് വെറൈറ്റി മനുഷ്യരാണല്ലേ, ഓരോരുത്തർ ആലോചിക്കുമ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളെ. അപ്പം ഒരു ഫസ്റ്റ് വേൾഡ് പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ ജീവിക്കാൻ പാടുപെടുന്നു, ഓരോരുത്തർ ഇവിടെ ഇതിനു വേണ്ടി പാടുപെടുന്നു. അപ്പോൾ പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ, ഗംഭീരമായിട്ട് തോന്നി. ഒരാൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് അതിനകത്ത് ആ ഒരു പ്രശ്നം കണ്ടെത്തി, അയാൾക്ക് അത് കണ്ടപ്പോൾ പ്രശ്നമാണെന്ന് തോന്നി, അത് വന്നു, അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചൊരാൾ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ഇന്നത്തെ കൊച്ചു വർത്താനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. മറ്റൊരു എപ്പിസോഡായി വീണ്ടും കാണാം.